പാർട്ടിയിലെ മറ്റൊരു പ്രധാന വനിതാ നേതാവാണ് കെ ശൈലജ. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അവർ പറഞ്ഞതായി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതായി പുറത്തുവരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ തന്നെ നിർബന്ധിച്ച് കൊണ്ടു നിർത്തി മത്സരിപ്പിച്ചു തോൽപ്പിച്ചു എന്നുള്ള അത് നമ്മളാരും പറയാതെ മനസ്സിലാവുന്ന ഒരുപാട് കാര്യമല്ലേ. എന്തിനാണ് ഇങ്ങനെ വേണ്ടെങ്കിൽ വേണ്ട, എന്തിനാണ് അങ്ങനെ മണ്ഡലം മാറ്റണം എന്നുള്ളത്? എന്താ പിന്നെ മത്സരിക്കണ്ടെന്ന് പറഞ്ഞൂടെ? ഞങ്ങളൊന്നും മത്സരിക്കാതെ വേണ്ടാന്ന് പറയല്ല, അടുത്ത ആളിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, നമ്മൾ നന്നായി സഹായിച്ചു കൊടുത്തു. അധികാരമോഹമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളും ചെയ്യില്ല. അതുപോലെ ശൈലജ ടീച്ചറിനോടും വേറൊരാളെ ആക്കിയാൽ പോരായിരുന്നു. ഉടനെ അവിടെ നിന്നെടുത്ത് വേറൊരിടത്തേക്ക് കൊണ്ടിടുന്നത് കേൾക്കുമ്പോൾ എന്തായാലും സമ്മതിച്ചാലും ഇല്ലല്ലോ അതിൻ്റെ പിന്നിലൊരു ഹിഡൻ അജണ്ടയുണ്ട്. അതുകൊണ്ട് വടകരയെ കൊണ്ടുപോയി നിർത്തിയപ്പോഴും ഇവിടെ കൊണ്ടുപോയി നിർത്തിയപ്പോഴും ഉറപ്പായിട്ടും ജയിക്കുക. അതിന് വേണമെങ്കിൽ ഒരു ന്യായീകരണം വരാം. ഇത്രയും ഇമേജ് ഉള്ള ഒരാളെ കൊണ്ടുവന്ന് പിടിക്കാനായിട്ട് അത് ആർക്കും പറയാം. മാക്സേസെ അവാർഡ് ഒരു പുരുഷനായിരുന്നു കിട്ടിയെങ്കിൽ പോയി വാങ്ങിച്ചുകൊണ്ടേനെ. അതൊരു സ്ത്രീക്കായതുകൊണ്ട് അത് വേണ്ടാന്ന് അതിന് കുറേ ന്യായീകരണങ്ങൾ കണ്ടെത്തും. ഏത് കാര്യങ്ങളും അവനവൻ്റെ ലൈനിൽ കൂടെ ന്യായീകരിച്ചു കൊണ്ടുപോകാൻ CPM-ന് പ്രത്യേക ഒരു കഴിവുണ്ട്. പറയുന്നത് ഇനി ഇപ്പം പകലാണെങ്കിൽ ഇത് രാത്രിയാണെന്ന് പറഞ്ഞ് സമർത്ഥിക്കാൻ നല്ല കഴിവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഓരോ കാര്യങ്ങൾ. ഇതിപ്പോ ഒരു കാര്യം കൂടെ, പൊതുരംഗത്ത് ഇപ്പോൾ ആരോഗ്യമൊക്കെ ഓക്കെയാണ്, പൊതുരംഗത്ത് തുടരാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും പൊതുരംഗത്ത് ഉണ്ടാവുമല്ലോ. നമുക്കെന്താ, അത് സന്തോഷമുള്ള കാര്യമല്ലേ. പറ്റുന്ന അത്രയും കാലം എല്ലാവരുടെയും കാര്യങ്ങളിലാണ്. നമ്മുടെ സമയം പോകുന്ന അറിയത്തില്ല. ഒരുപാട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ ആക്റ്റീവായിട്ടിരിക്കുന്നത് വളരെ നല്ലതല്ലേ. എന്തായാലും ഈ കൊട്ടാരക്കരയുടെ പരാജയത്തിന്റെ കാര്യത്തിലും എന്തൊക്കെയോ എവിടെയൊക്കെയോ ചില സംശയങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് CPM ഇത്തരത്തിൽ ഉറപ്പിച്ച് പറഞ്ഞെങ്കിൽ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ള കാര്യമാണ്. പാർട്ടി അത് കാര്യങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ഒപ്പം CPM-ന്റെ വലിയ പരാജയത്തിന്റെ പ്രധാന കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന കാര്യം കൂടെ തറപ്പിച്ച് പറയുകയാണ് ഐഷ പോറ്റി. കൊല്ലത്തുനിന്ന് ലിജോ റോളൻസ്, മീഡിയ 1.